ഹായ്, എന്നാണ്ട് സുഖമല്ലേ? വീഡിയോ പാർട്ടായിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഫ്രാൻസിലുള്ള 45 റെസ്റ്റ് എടുക്കുക ഇവിടെ ഇട്ടിട്ട്. അതെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ നേരത്തെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി തീർത്തിട്ട് മാക്സിമം ഓടി കയറാൻ വേണ്ടി ഏതെങ്കിലും നല്ല പാർക്കിംഗ് നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ വല്ല കള്ളന്മാരും അടിച്ചോട്ട് പോകും. അതുകൊണ്ട് മാക്സിമം ഓടിക്കയറാനുള്ള പരിപാടി കേട്ടോ. നമ്മളിപ്പോൾ ഒരു ടോളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ടോള് കോമഡി ആയിരിക്കും ഇവിടെ. ഫ്രാൻസിലെ ടോളൊക്കെ അടിപൊളിയാണ് കേട്ടോ. വണ്ടിക്ക് അങ്ങനെ പോവുള്ളൂ, വളരെ സ്ലോ ആക്കിയിട്ടൊക്കെ പോകും. അതിന് കറക്റ്റായിട്ട് അവർ ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. അതാണ് രസം. അതാണ് ഇവിടുത്തെ ടോള് കേട്ടോ. കള്ളന്മാരാണ് പ്രശ്നം കേട്ടോ. അതൊരു വല്ലാത്ത പള്ളി തന്നെയാണ്, പറയാണ്ടിരിക്കാൻ കഴിയില്ല. അപ്പുറത്താണല്ലോ ടെലിപ്പാസ് കാണുന്നത്, അറിയുമോ? ഇത് അത്യാവശ്യം വലുതാ, കുഴപ്പമില്ല കേട്ടോ. പൈസേൻ്റെ കേട്ടോ. നമ്മളെ ടെലിപ്പാസിന്റെ ഇതിൽ ആ വരണ്ട ശരിക്കും വണ്ടി ഇപ്രാവശ്യം മാറിപ്പോയി ചെറുങ്ങനെ. പക്ഷെ ടോൾ അടിക്കും കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു പാർക്കിങ്ങാ. അതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. A4 റോഡ് ഇത്, ഫ്രാൻസ്. കിലോമീറ്റർ കേട്ടോ. 522 കിലോമീറ്റർ എന്നൊരു വിഷയമുള്ള കേസല്ല കേട്ടോ. 700 കിലോമീറ്റർ 750 800-നുള്ളിലൊക്കെയാണ് നമ്മൾ കിടന്ന് ഓടുന്നത് കേട്ടോ. അതൊന്നും വിഷയമുള്ള കേസല്ല. പാരീസിലേക്ക് 457 കിലോമീറ്റർ കേട്ടോ. ഇതൊക്കെ ഇപ്പം ആക്റ്റീവ് ആകും കേട്ടോ. അതായത് കൃഷിക്ക് വേണ്ടിയുള്ള പരിപാടികൾ ചെയ്തു തുടങ്ങിയവർ. ഇനിയിപ്പം വിന്റർ ഇപ്പം കഴിയാൻ പോകാണല്ലോ. കൃഷിയും പരിപാടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. കാണാൻ നല്ല സ്റ്റൈലസ് സ്ഥലമായിരിക്കും. ഇതിപ്പോൾ ഇതിനകത്ത് ഈ വണ്ടിക്കകത്ത് റെട്ടാർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം മുന്നോട്ട് തട്ടിക്കഴിഞ്ഞാൽ റെട്ടാർഡർ കേട്ടോ. അത് ഇപ്പോൾ അത് ഓഫാക്കി ഇത് ഓണാക്കി. അതിങ്ങനെ 2-3 സ്വിച്ചുകളുണ്ട്. അതാണ് കേട്ടോ റെട്ടാർഡർ. ഇവിടെയൊക്കെ ഉണ്ടാകും ഫുൾ. അപ്പുറം ഇപ്പുറം എല്ലാം കൃഷീൻ്റെ പരിപാടി ഇപ്പോൾ തുടങ്ങും. ഇവിടെ 90 കേട്ടോ സ്പീഡ് വണ്ടിക്ക്. അതുകൊണ്ട് എല്ലാവരും 90 തന്നെയാണ് മെയിനായിട്ട്. നമ്മൾ 85 ബാക്കിയുള്ളതെല്ലാം 90. എല്ലാ വണ്ടിക്കാരും 90. ഇതെല്ലാം ഫ്രാൻസിൻ്റെ സ്വന്തം വണ്ടിയാണ്. ഫ്രാൻസ് രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. മനസ്സിലാക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നീല ഒരു ബോക്സ് ഉണ്ട്, അതിനകത്ത് ഉണ്ടാവും ഫ്രാൻസാണ് ഫ്രാൻസ്, ബെൽജിയമാണ് ബെൽജിയം ഒക്കെ. ഇത് അടുത്തൊരു പമ്പ് പാർക്കിംഗ് ഉണ്ട് ഇവിടെ. യൂറോപ്പിൽ എല്ലായിടത്തും ഒരുമാതിരി നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല സ്റ്റൈലിഷ് സ്ഥലങ്ങളാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. കൃഷിയുണ്ടോ? കൃഷി മൊത്തം കൃഷിയുണ്ടോ. കൃഷിക്ക് വേണ്ടിയുള്ള പരിപാടികളാണ് മൊത്തം. നമ്മളെ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉള്ള ആളുകൾ വീഡിയോ ചെയ്തിട്ട് കാണുന്ന പോലൊന്നും അല്ല കേട്ടോ. അത് നമ്മൾ പ്രത്യേകം പറയാം. നമ്മൾ ഇവിടുത്തെ ആളുകൾ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കാണുന്നതല്ല ട്രക്ക് ജീവിതം. നമ്മളിപ്പോൾ ഈ കാണിച്ചു തരുന്നതാണ് ജീവിതം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കയറി ഇരുന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇരുന്ന് വണ്ടി ഓടിക്കണം. അത് ഇവിടെയാണെങ്കിൽ ശരി, നാട്ടിലാണെങ്കിൽ ശരി, എവിടെയാണെങ്കിൽ ശരി. ട്രക്ക് ഡ്രൈവേഴ്സ് പൊതുവെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അതിനകത്ത് എന്താ പറയുക, കുറച്ച് ഇതാകാൻ വേണ്ടി അതിൻ്റെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിരുന്ന കേട്ടോ. അതോർത്ത് അത് കണ്ടിട്ട് ഒത്തിരി പേര് നാട്ടിൽ നിന്ന് ഇപ്പം വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട്. എങ്ങനെയെങ്കിലും കയറി വരണം, ഞാൻ എന്ത് സഹിക്കാൻ തയ്യാറാണ്, അങ്ങനെ എങ്ങനെയാണെന്നല്ലോ. പക്ഷെ അതല്ല കേട്ടോ. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിയുമ്പോൾ ഇതൊരു ഏകാന്ത ജീവിതമാണ്. അത് നമ്മളൊക്കെ ചെറുപ്പം മുതൽ, അതായത് നമ്മൾ പണി തുടങ്ങുമ്പം മുതൽ ട്രക്കിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് അത്ര വലിയ വിഷയമുള്ള കേസല്ല. പക്ഷേ പുതിയതായിട്ട് ഈ ചെറിയ പ്രായമുള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ. ഞാൻ വരാൻ തയ്യാറാണ്, എനിക്ക് ട്രക്ക് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഞാൻ എങ്ങനെ കയറി വരട്ടെ. പക്ഷെ അവരൊന്നും ഇവിടെ എന്താ പറയുക തരണം ചെയ്ത് നിൽക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പറ്റൂല, അത്രയ്ക്കും കഷ്ടപ്പാടുണ്ട്. നമ്മളെ ഇരുത്തി ഓടിപ്പിക്കേണ്ട സമയത്ത് മാക്സിമം വണ്ടി ഇരുത്തി ഓടിപ്പിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ ഉണ്ടോ, ഇത് എത്ര കിലോമീറ്റർ ഇട്ട് ഓടിക്കുന്നതുണ്ടോ ഓരോ ദിവസങ്ങളിലൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ഒരു 500 കിലോമീറ്റർ ആയി ഇപ്പോൾ കിടന്ന് ഓടുന്ന കേട്ടോ. അപ്പം 500 ആയില്ല, 428 കിലോമീറ്റർ. 500 കവർ ചെയ്ത് ഇന്നും പോകും കേട്ടോ. ഇനിയിപ്പം സമയം 3.5 മണിക്കൂറോട് വണ്ടി ഓടാറുണ്ട്. അപ്പോൾ ഇത് ഫ്രാൻസ് ആയതുകൊണ്ട് അറിയത്തില്ല എന്തായിരിക്കും അവസ്ഥ. എവിടെയെങ്കിലും നല്ല പാർക്കിംഗ് നോക്കിയിട്ട് വണ്ടി സൈഡാക്കും കേട്ടോ. അത് മറ്റേ ലൈൻ കവർ ചെയ്ത് പോയതിൻ്റെ.
അപ്പോൾ അത് പറഞ്ഞു തന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉള്ള വീഡിയോയിൽ കാണുന്ന ഒന്നും അല്ല ജീവിതം. ശരിയായ ലൈഫെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി കയറി ഇരുന്നോളൂ, ഓടിച്ചോളുക. നമുക്ക് നമ്മുടേതായ എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഒന്നും നമുക്ക് കിട്ടൂല. ഇത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല, എല്ലാം പോസിറ്റീവ് മാത്രമായിട്ട് എടുക്കുക. പണിയെടുക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് പണിയെടുക്കണം. അത് ലോഡിങ് ഉണ്ടാവും, അതിൻ്റെ കൂടെ അൺലോഡിങ് ഉണ്ടാവും. ചില സമയത്ത് ലോഡിങ്ങും അൺലോഡിങ്ങും ഒന്നിച്ച് വരുന്ന സമയം ഉണ്ടാവും. അന്നേരപ്പോൾ നമുക്ക് അൺലോഡ് ചെയ്ത് ലോഡ് എടുക്കേണ്ട സമയം കറക്റ്റ് ഓടിപ്പിടിക്കാൻ പറ്റൂല. അപ്പം വണ്ടി ഇട്ട് നല്ല ചവിട്ട് ഓടേണ്ടി വരും. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാവും, തരണം ചെയ്ത് പിടിക്കും. അപ്പം വരാനിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയാണ് ഇവിടെ പണിയെടുക്കണം. നമുക്ക് കഷ്ടപ്പാടുണ്ടോ എന്ന് ചോദിച്ചാൽ കഷ്ടപ്പാടുണ്ട്. നമ്മൾ ഈ വീഡിയോ ചെയ്യാമെന്നോ അല്ലെങ്കിൽ പണിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം കയറി വരിക. പൈസ ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ പൈസ നിങ്ങൾ ഈ പറയുന്ന പോലെ 2-3 ലക്ഷം രൂപയൊന്നും ഇവിടെ ഫസ്റ്റൊന്നും ഇല്ല കേട്ടോ. അതും ഞാൻ പറയാം. അതായത് നിങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ ഈ 2.5-3 ലക്ഷം രൂപയൊന്നും നിങ്ങളുടെ കയ്യിൽ തരില്ല കേട്ടോ. ഒരു ദിവസം 100 യൂറോ ഒന്നും ശമ്പളം ആദ്യത്തെ ഇതിൽ ഒരിക്കലും കിട്ടൂല. ആ സമയത്ത് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് TRC എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഗൾഫിലൊക്കെ നിൽക്കുന്ന ഇക്കാമ, പത്താക്ക അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ സംഭവങ്ങളുണ്ടാവുമല്ലോ. അതെല്ലാം ആ ഒരു സാധനം, അതേപോലത്തെ നമ്മുടെ ഐഡൻറ്റി കാർഡ് അതേപോലത്തെ ഒരു സാധനമാണ് ഇവിടുത്തെ മറ്റേ നമ്മുടെ TRC കേട്ടോ. അപ്പോൾ ആ ഒരു സാധനം നമ്മുടെ കൈ കിട്ടിയതിന് ശേഷം നമ്മൾ ലൈസൻസ് എടുക്കണം. ലൈസൻസൊക്കെ ഇപ്പം പോളണ്ടിൽ എക്സാം എഴുതി എടുക്കണം കേട്ടോ. അല്ലാണ്ടൊന്നും എഴുതിയെടുക്കാൻ പറ്റൂല. കൺവേർട്ട് ആകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ചില ആൾ. പക്ഷേ അതൊക്കെ കുറേ പൈസയും പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ എക്സാം എഴുതി എടുക്കണം. അതിന് ശേഷമാണ് നിങ്ങൾ കമ്പനി ഡിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ നിങ്ങൾക്ക് ഒരു 1000-1500 രൂപ ശമ്പളമായിരിക്കും കേട്ടോ. പോളണ്ടിലെ കാര്യം പറയുന്നത്. ബാക്കി ലിത്വാനിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അവിടെ ശമ്പളം ഉണ്ടോ ഇല്ലയോ അങ്ങനെയൊന്നും വലിയ ഐഡിയ ഇല്ല. ഇതൊക്കെ മനസ്സിലാക്കി വെച്ച് വരുക. കഷ്ടപ്പാടുണ്ട്, ശമ്പളം ഫസ്റ്റ് ഇതാണ്. ഈ പറയുന്ന സാധനവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയിലോട്ട് ഡിമാൻഡ് ചെയ്ത് കമ്പനി ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് മാറിയിട്ട് വേറെ ഒരു സ്ഥലത്ത് വർക്ക് പെർമിറ്റ് എടുത്ത് നിങ്ങൾക്ക് മാറുന്നതിന് വേണ്ടി യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എപ്പോൾ വേണേൽ മാറാം. ട്രെയിലർ വരുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെച്ച് കയറി വരിക. അല്ലാണ്ട് നിങ്ങൾ പൈസ മാത്രം സ്വപ്നം കണ്ട് ഒരിക്കലും കയറരുത്. ഇപ്പോൾ ഈ പറയുന്ന നമുക്ക് ഒരു 1500 രൂപ ശമ്പളം ഉള്ളൂ കേട്ടോ. പ്രത്യേകം പറയാം, 1500 രൂപ ശമ്പളത്തിനാണ് നമ്മൾ എടുക്കുന്നത്. ലൈസൻസ് TRC കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം കൂട്ടി ചോദിക്കാൻ പറ്റും, കൂട്ടി മേടിക്കാൻ പറ്റും. അതുവരെ ഇങ്ങനെയാണ് കേട്ടോ. അടുത്തൊരു പമ്പ് എത്തുന്നുണ്ട് കാണാൻ. ഈ പമ്പുകളിലൊക്കെ പോയി കിടക്കണ്ടേ. ഇവിടുത്തെ കിടപ്പ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കാം, നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് നോക്കിയിട്ട് പരമാവധി ഓടി കയറണമെന്ന്. അതുകൊണ്ടാണ് ഓടുന്ന കേട്ടോ. ശനിയാഴ്ചയാണ്. ഇവിടുത്തെ വീക്കെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 2 ആഴ്ച ശനിയും ഞായറും ലീവായിരിക്കും. ബാക്കി 2 ആഴ്ച ഞായറാഴ്ച മാത്രമേ ലീവ് എടുക്കുള്ളൂ കേട്ടോ. ചില സമയങ്ങളിൽ ശനിയും ഞായറും ലീവായിട്ട് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾ ബാനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇഷ്ടംപടി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. കഴിഞ്ഞ ആഴ്ച എനിക്ക് 2 ദിവസം വീക്കെൻഡ് കിട്ടി. അതിനപ്പുറത്തെ ആഴ്ച വീക്കെൻഡ് കിട്ടി 2 ദിവസം. അതിൻ്റെ അപ്പുറത്തെ ആഴ്ച 2 ദിവസം വീക്കെൻഡ് കിട്ടി കേട്ടോ. നമുക്ക് ആവശ്യത്തിന് നല്ല രീതിയിൽ റെസ്റ്റും കിട്ടും. പണിയെടുക്കേണ്ട സമയത്ത് നല്ല രീതിയിൽ പണിയെടുക്കണം. അതെല്ലാം മനസ്സിലാക്കി വെച്ച് കയറി വരിക. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഒരാൾ ഓടിപ്പോയേക്കരുത്. കേൾക്കുന്നത് നമുക്കും വിഷമമാണ്, ഇവിടെ വന്ന് പെട്ടും പോയേക്കരുത്. അതും കേൾക്കുന്നത് നമുക്ക് വിഷമമാണ്. ഒത്തിരി പേര് നമ്മളെ എങ്ങനെയെങ്കിലും കയറ്റിക്കൊണ്ട് പോകാമെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഏജൻസി ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് ട്രെയിലർ ഡ്രൈവർമാരെ അവർ എടുക്കുന്നുള്ളൂ കേട്ടോ. അതാണ് മെയിൻ. സ്ലൊവേനിയയിലേക്കാണ് എടുക്കുന്നത്. ട്രെയിലർ ഡ്രൈവേഴ്സിനെ അവർ എടുക്കുന്നുള്ളൂ കേട്ടോ. അടിപൊളി സ്ഥലമാണ്. എങ്ങനെയെങ്കിലും നിങ്ങളിവിടെ കയറി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്, അത് ഉറപ്പാണ്. ഈ ഇങ്ങനെയുള്ള സമയത്ത് കയറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ പോകണം കേട്ടോ. ഇതിൻ്റെ വെളിയിൽ കൂടെയാണ് പോകേണ്ടത് നമ്മൾ. അതായത് കയറ്റത്ത് ട്രക്ക് പോകേണ്ട ഈ റോഡ് ഇതാണ്. അപ്പം മറ്റേ ആ തടിച്ച വരാണ്ട, തടിച്ച വരേൻ്റെ ഇപ്പുറത്ത് കൂടെ നമ്മൾ പോകണ്ട കേട്ടോ. ഇത് നമുക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന റോഡാണ്. കയറ്റം കയറുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വണ്ടി സ്ലോ ആവും. അതുകൊണ്ട് നമുക്കിപ്പോൾ ലോഡൊന്നുമില്ല, നമ്മളെ ഫുള്ള് ടയർ ലോഡ്. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചവിട്ടാം വണ്ടി ഇട്ടിട്ട്. ഇത് നമ്മളൊന്നും ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഇത് തന്നെ പുള്ളി വേണമെങ്കിൽ കയറിപ്പോക്കോളൂ എന്നുള്ള ഇതാ. ഉണ്ടോ കയറിപ്പോകുന്നുണ്ടോ? ഓരോരുത്തമ്മ വെട്ടി വെപ്പാ കണ്ടാ. അവൻ കണ്ട ഇപ്പുറത്ത് വന്ന അതാണ്. പിന്നെ ഇവിടെ 90 ആട്ടോ സ്പീഡ് ലിമിറ്റ്. ഇവിടെ 90.
ട്രക്കിന് അലോഡ് സ്പീഡ് 90. മേലെ നിന്നുണ്ട്, റോഡ് താഴോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പാലം നോക്കിയത് മരപ്പാലമാണെന്ന് തോന്നുന്നു കേട്ടോ, നല്ല കട്ടിങ്. അത് മരപ്പാലം കേട്ടോ, അത് പഴയ പാലമാണ്, മരപ്പാലം കേട്ടോ. ഇവിടെ നമ്മൾ ബോർഡ് നോക്കിയാണ് മെയിനായിട്ട് വണ്ടി ഓടിക്കേണ്ടത് കേട്ടോ. സൈഡ് ബോർഡും പിന്നെ നമ്മൾ GPS നമ്മൾ എല്ലാം. ഫ്രാൻസിലെ എക്സിറ്റ് അടുത്ത് വരുമ്പോഴാണ് ഈ പച്ച കളർ കാണുന്നത് കേട്ടോ, ഈ പച്ച കളർ. ആ പച്ച കളർ വരുന്നിടത്തല്ല എക്സിറ്റ് ഇറങ്ങാൻ വേണ്ടിയുള്ള റോഡാണ് കാണിക്കുന്നത്. റോഡുണ്ടാവും. ഇതും പാർക്കിംഗ് കേട്ടോ. അത് നമ്മൾ ഫുൾ 55 സെറ്റാക്കി വെച്ചോളാം. കാലും വേണ്ടതുണ്ടോ, കാലും ഉണ്ടാവും, ഒന്നും വേണ്ട, അങ്ങ് പൊക്കോളും. നാട്ടിലെ പോലെ മല്ലം പണിയില്ല ഇവിടെ, ഗൾഫിലും ഇല്ല. അത് പറയാം, ഗൾഫിൽ നമുക്ക് ഇത് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഉണ്ട് കേട്ടോ. നമ്മൾ ഗൾഫിലുണ്ടായിരുന്ന ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി മാൻ്റെ വണ്ടി കേട്ടോ. അല്ല അടിപൊളി സ്ഥലം, എന്താ രസം നോക്കി കാണാൻ വേണ്ടി. ഫോണിൻ്റെ അത് കാണാൻ പ്രത്യേക ബ്യൂട്ടി കേട്ടോ, പറയാണ്ടിരിക്കാൻ കഴിയില്ല. ഇവിടെ 130 കേട്ടോ സ്പീഡ് ഇവിടുത്തെ. എല്ലാ കൃഷി സ്ഥലം കേട്ടോ, കൃഷി അല്ലാത്ത പരിപാടിയില്ല. കാരണം ഇവിടെ ആളുകൾ കുറവാണ്, സ്ഥലം കൂടുതലും ആളുകൾ കുറവ് കേട്ടോ. ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, നോർവേ ഇതൊക്കെ വലിയ രാജ്യങ്ങളാട്ടോ. നമ്മൾ ഇതിൻ്റെ സേഫ്റ്റിയും പരിപാടിയൊക്കെയാണ് കേട്ടോ. ഇതുണ്ട്, ഇതൊരു വയറാണ്, ഇതിൻ്റെ ഉള്ളിലേക്കുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിരിക്കുന്നത് അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളന്മാർക്ക് ഈ സാധനം അടിച്ചുകൊണ്ട് പോകാണ്ടിരിക്കാനാണ് കേട്ടോ. ഇത് എല്ലാ സാധനത്തിൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ സംഭവം ഉണ്ടാവും. കെട്ടൊക്കെ ചെറുങ്ങനെ തള്ളിയിട്ടുണ്ട് കണ്ടോ. കെട്ടല്ല, അതിൻ്റെ ഉള്ളിൽ മറ്റേ ടയർ ചെറുങ്ങനെ തള്ളി പുറത്തോട്ട് നിൽക്കുന്നത് കേട്ടോ. വള്ളി ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് ഫുള്ള് ലോക്കാക്കണ്ട. ഇതാണ്, അതിനകത്ത് കൂടെ ഇട്ട് ലോക്കാക്കണം. ഇതുണ്ട്, ഇതിനകത്ത് കൂടെ ഇടണം. ഇതാണ് ലോക്കാണ്, ഇതൊരു ലോക്കാണ്. ഇതുണ്ട്, ഇതെല്ലാം വള്ളിയൊക്കെ ഇട്ട് ഫുള്ള് സേഫ്റ്റി ആക്കണം. പിന്നെ ഇതിൻ്റെ പേര് ഓറഞ്ച് ലോക്ക് എന്നാ കേട്ടോ. ഈ ഓറഞ്ച് ലോക്ക് ഇട്ടിട്ട് ലോക്കാക്കണം. പിന്നെ അവർ തരുന്നൊരു സേഫ്റ്റി ലോക്ക് ഉണ്ട്, അതും ഇടണം കേട്ടോ. ഇങ്ങനെയാണ് സംഭവം. നമ്മൾ വണ്ടി സേഫ്റ്റി ആയിക്കൊണ്ട് വരില്ലേ, എന്നാലും അടിച്ചുകൊണ്ട് പോകും കേട്ടോ. ഈ സൈഡിലെ പാ കയറലൊന്നും വലിയ സീനല്ല, ചെറുങ്ങനെ തള്ളിയിരിക്കുന്നുണ്ടോ ടയർ. ഇതാട്ടോ, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കയറിയെന്ന് പറഞ്ഞു. ഇതുണ്ട്, ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ടോ ടയറാട്ടോ. എല്ലാവർക്കും വന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്നേരം അറിയാൻ പറ്റും വൃത്തികെട്ടന്മാർക്ക്. ഇതാണ് പരിപാടി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കമ്പി പോകുന്നതാണ്. ഇതുണ്ട്, ഇത് കമ്പിയാ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കമ്പിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലും കമ്പിയാണ്. അപ്പം അങ്ങനെയൊന്നും ഇതാക്കാൻ പറ്റില്ല. നല്ല കട്ടർ വേണം. പക്ഷെ അതൊക്കെ അവന്മാരയിൽ ഉണ്ടാകും കേട്ടോ. കട്ടറും കാര്യങ്ങളൊന്നും അവന്മാരൊന്നും ഒരു വിഷയമുള്ള കേസല്ല. ഡീസൽ ടാങ്ക് കൊടുത്താൽ ഡീസലും അടിക്കും കേട്ടോ, അതിനൊന്നും ഒരു വിഷയമില്ല. ഇതെല്ലാം വേസ്റ്റ് ഇടാനുള്ള സംവിധാനം കേട്ടോ. കച്ചറ എല്ലാം കൊണ്ട് അതിനകത്ത് ഇടണ്ടേ. ഇതൊരു ചെറിയ പാർക്കിംഗ് ആണ്. അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ട്രക്കിൻ്റെ ഇതിൽ എല്ലാവരും വരും, നമ്മൾ മാത്രമല്ല എല്ലാവരും ഉണ്ടാവും. കാറുകാരും എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ മറ്റേ വണ്ടി ഇല്ല, ഇത് ചക്കയാണ് കേട്ടോ. നമുക്ക് വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി ചക്കയൊക്കെ ആക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് ഉണക്കി കൊണ്ടുപോകുന്നതാണ്. അവിടെ നമ്മുടെ വണ്ടിയിൽ ചോറിട്ടിട്ടുണ്ട്, ഈ വണ്ടിയിൽ ചക്ക ആക്കുന്നുണ്ട്. കറിയും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകാനുള്ള പരിപാടിയായി. ഇവിടെ ഇപ്പോൾ നമ്മൾ 3/4 മണിക്കൂർ റെസ്റ്റ് എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ ആയി. വണ്ടിയെല്ലാം ഫുൾ കച്ചറയായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചത്തെ ഫ്ലൈറ്റ് കാരണം മൊത്തം അലങ്കോലപ്പെട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. നാളെ നമ്മൾ ഫ്രാൻസിലൊക്കെ പോയി വണ്ടിയൊക്കെ വൃത്തിയാക്കാണ്ട് എല്ലാം ഫുള്ള് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഉച്ചക്കത്തേക്ക് ചോറിട്ടിരിക്കുന്നതാണ്. വേണ്ട, വണ്ടി ഫുള്ള് കച്ചറയാണെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിലെല്ലാം പൊടിയും കാര്യങ്ങളൊക്കെയാണ്. വേണ്ട, പൊടിയെല്ലാം കയറിയിരിക്കണം. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, സെറ്റാക്കി പോകണം. അപ്പോൾ നമ്മൾ വണ്ടി വിടുക കേട്ടോ. നമ്മൾ വണ്ടി കയറ്റും കേട്ടോ, അല്ലാണ്ട് വേറെ വഴിയില്ല. സമയമില്ല, ഇനി 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ. പാർക്കിംഗ് എന്താണെന്ന് അറിയത്തില്ല, ഫ്രാൻസിലാണ്. അവസ്ഥ കോമഡി ആയിരിക്കും ഇതൊക്കെ. വലിയ പാർക്കിംഗ് ആയാൽ മതിയായിരുന്നു. ഇത് ഇവിടുത്തെ ഇതാണ് കേട്ടോ, ഡീസൽ പെട്രോളൊക്കെ അടിക്കുന്ന സ്ഥലമാണ്.
ഒന്നും ഒരു സ്ഥലമില്ലല്ലോ ദൈവമേ, കെടിഞ്ഞല്ല. പാർക്കിംഗ് ഇല്ല കേട്ടാ. 52 നമുക്ക് അവിടെ പാർക്കിംഗ് കിട്ടിയില്ല. അപ്പൊ ഇതെല്ലാം മറ്റേ പെട്രോൾ വണ്ടീന്റെ അല്ല, പെട്രോൾ അല്ല, നമ്മുടെ ഇലക്ട്രിക് വണ്ടി കേട്ടാ. ഇവിടുത്തെ ഇത് അത്യാവശ്യം വലിയ ഏരിയ ആണ്, കുഴപ്പമില്ല, നല്ല പാർക്കിംഗ് ഉണ്ട്. വെക്കാൻ സ്ഥലം കിട്ടിയാൽ മതി. പണ്ടാരം അടിച്ചോണ്ട് പോകണ്ടിരുന്നാൽ മതി ആരും, അത്രേ വേണം. എല്ലാരും വീക്കെൻഡ് ആഘോഷത്തിലാണ്. സ്പേസ് ഉണ്ടോന്ന് അറിയത്തില്ല, നോക്കാം. ഒരു സ്ഥലമില്ല കേട്ടാ. പിന്നുള്ള ഉള്ളിലാണ്, അതിനകത്ത് സ്ഥലമുണ്ട് 2 വണ്ടിക്ക്. നമ്മളിങ്ങനെ വണ്ടി കൊണ്ട് ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ടാക്കോയും പൊട്ടി കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയിട്ട് പാർക്ക് ചെയ്യാൻ നോക്കിയിട്ട് സ്ഥലം കിട്ടിയില്ല കേട്ടോ. പാർക്ക് ചെയ്യാനുള്ള സ്ലോട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ടാക്കോ പൊട്ടി കേട്ടോ. 2 മിനിറ്റ് പൊട്ടിപ്പോയി. പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താവെന്ന് അറിയത്തില്ല. പോലീസ് ഫൈൻ വെച്ച് ചിലപ്പോൾ ഒഴിവാക്കും കേട്ടോ. 2 മിനിറ്റ് ഒന്നും വിഷയമൊന്നുമില്ല, ഒഴിവാക്കും. ഇതാണ് കേട്ടോ 2 മിനിറ്റ്. ശരിക്കും 9 മണിക്കൂർ നമ്മൾ ഡ്യൂട്ടി എടുക്കാൻ പാടുള്ളൂ. നമ്മൾ 9 മണിക്കൂറും 2 മിനിറ്റും ഡ്യൂട്ടി എടുത്തു, കാരണം പാർക്കിംഗ് സ്ലോട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ടാക്കോ പൊട്ടിയപ്പോൾ നമ്മുടെ മുഖഭാഗങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഓൾറെഡി ടാക്കോ പൊട്ടിക്കാണ്ട് പരമാവധി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ടാക്കോ പൊട്ടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അത് കറക്റ്റായിട്ട് എഴുതി വെച്ചാലും കാര്യങ്ങളൊക്കെ മതി. പക്ഷെ എന്നാലും അത് പൊട്ടുമ്പോൾ നമുക്കൊരു സങ്കടം കേട്ടോ, വേറെ ഒന്നുമില്ല. പോലീസിൻ്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒഴിവാക്കും, പക്ഷെ ടാക്കോ പൊട്ടാൻ പാടില്ല. നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് അവിടെ പാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ മാക്സിമം ഓടിക്കയറി, പക്ഷെ നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല, കാരണം അത് സേഫ് പാർക്കിംഗ് ആയിരുന്നു. നമുക്കറിയത്തില്ലായിരുന്നു. നമ്മൾ അങ്ങോട്ട് ഓടിച്ചെന്ന് കയറിയപ്പം അത് സേഫ് പാർക്കിംഗ് ആയിരുന്നു. നമ്മൾ 2 കൽപ്പിച്ച് ഓടുകയത്. പാർക്കിങ്ങിലോട്ട് കിട്ടാണ്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു വണ്ടീൻ്റെ മുമ്പിലെ വെച്ച് കിടന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മുഖഭാഗത്തിലൊന്നും വലിയ സന്തോഷമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. പിന്നെ ലാസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തു, എഴുതി വെച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.